നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും മെട്രോ ന്യൂസ് ചാനലിന്റെ ജനപക്ഷം പരിപാടിയിലേക്ക് സ്വാഗതം. ജനപ്രതിനിധി എന്നാൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളാവണം. നാടിന്റെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളാവണം. അതുപോലെ ഒരു ആളാണ് നമ്മുടെ ഒക്കൽ പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റും 12ാം വാർഡ് മെമ്പറുമായ KM ഷിയാസ്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളിലൂടെ നാട്ടുകാരുടെ പ്രിയങ്കരനായി മാറിയ KM ഷിയാസ് ആണ് ഇത്തവണ മെട്രോ ന്യൂസ് ചാനലിന്റെ ജനപക്ഷത്തിൽ. മെട്രോ ന്യൂസ് ചാനലിന്റെ ജനപക്ഷം പരിപാടിയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഒക്കൽ പഞ്ചായത്തിലെ പ്രസിഡന്റ് ആയിരുന്ന സമയത്തും അതുപോലെ തന്നെ ഇപ്പൊ 12ാം വാർഡിന്റെ മെമ്പർ ആയിരുന്ന സമയത്തും ശരിക്കും ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി തന്നെയാണ് സാറ്. അപ്പൊ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം അതിൽ എടുത്തു പറയേണ്ട ഒട്ടേറെ പ്രവർത്തനങ്ങളുണ്ട്. അതിൽ നമ്മുടെ 12ാം വാർഡിലെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ പ്രവർത്തനം, അതിൻ്റെ ഒരു നവീകരണം, പിന്നെ ഒട്ടേറെ അവിടെ പ്രദേശവാസികൾക്ക് അതൊരു ഉപകാരപ്രദമായി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാമോ, ആ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് കമ്മ്യൂണിറ്റി ഹാളിൻ്റെ? നമസ്കാരം. ഒക്കൽ ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ അവർക്ക് നമ്മൾ കൊടുത്ത വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു ഇവിടെ ഈ കാണുന്ന കമ്മ്യൂണിറ്റി ഹാള്. ആ കമ്മ്യൂണിറ്റി ഹാള് കഴിഞ്ഞ കൂവപ്പടി പഞ്ചായത്ത്, ഒക്കൽ പഞ്ചായത്തും പ്രദേശത്ത് ഇരിക്കുമ്പോൾ അന്ന് പണി കഴിപ്പിച്ച കെട്ടിടമായിരുന്നു. അത് ഏകദേശം 25-30 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടമായതുകൊണ്ട് തന്നെ അത് പൊളിഞ്ഞു വീഴാറായ ഒരു അവസ്ഥയിലായിരുന്നു, അപകടകരമായ ഒരു അവസ്ഥയിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അന്ന് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം എന്ന് പറഞ്ഞാൽ, ആ ഇടിഞ്ഞ് പൊളിഞ്ഞു വീഴാറായ കെട്ടിടം നമ്മൾ പൊളിച്ചു മാറ്റി അവിടെ പുതിയ ഒരു കമ്മ്യൂണിറ്റി ഹാള് നിർമ്മിക്കും. ആ കമ്മ്യൂണിറ്റി ഹാള് ഈ നാട്ടിലെ, ഈ വാർഡിലെ ജനങ്ങൾക്ക്, ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന, ഒക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ കുന്നക്കാട്ടുമല എന്ന പ്രദേശം. ഈ വാർഡ് വല്ലം നോർത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമുക്കറിയാം, ഇവിടെ ഏകദേശം ഒക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വലിയൊരു ജനവിഭാഗം, വളരെ കൂലിപ്പണിക്കാരും അതുപോലെ തന്നെ പാവപ്പെട്ടവരുമായ ആളുകൾ താമസിക്കുന്ന ഒരിടമാണ്. അതുകൊണ്ട് തന്നെ വാർഡിൻ്റെ വികസനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങളുടെ, സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ, വെറുതെ കെട്ടിടം ഇട്ടിട്ട് അത് വെറുതെ ഉദ്ഘാടനം ചെയ്ത് നശിച്ചു പോകുന്ന അവസ്ഥയിലാണ് നമ്മൾ പല സ്ഥലത്തും കാണാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കെട്ടിടം പണി പൂർത്തീകരിക്കുക മാത്രമല്ല, ഈ ഇതിലേക്കുള്ള റോഡുകൾ നിങ്ങൾക്ക് കണ്ടാലറിയാം, ഇത് വളരെ മനോഹരമായ രീതിയിൽ തന്നെ ആംബുലൻസിന് വരെ ഏത് വലിയ വാഹനങ്ങൾക്കും അവിടെ എത്തിപ്പെടാവുന്ന രീതിയിലാണ് നമ്മൾ ഈ റോഡ് രൂപകൽപ്പന ചെയ്തത്. ഇത് നേരത്തെ ഈ റോഡ് വളരെ ദുർഘടം പിടിച്ച, ഇവിടെ എല്ലാവർക്കും അറിയാമായിരുന്നു, സ്റ്റെപ്പ് കയറി വളരെ പ്രയാസപ്പെട്ടാണ് ഇതിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒക്കൽ ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്, വളരെ നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ മനോഹരമായ രീതിയിലാണ് ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ പൂർത്തീകരിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പണി കഴിപ്പിച്ചിട്ടുള്ള കമ്മ്യൂണിറ്റി ഹാള് നമുക്ക് തീർച്ചയായിട്ടും ഭാവിയിലേക്ക് വളരെയധികം ഉപകാരപ്രദമായ രീതിയിലേക്ക് തന്നെ മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം വഴിയില്ലാതെ ഒരു കമ്മ്യൂണിറ്റി ഹാള് അവിടെ പണിതിട്ടതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് നമുക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ടാണ് ഇത്രയും ഫണ്ട് അധികം ചെലവാക്കിക്കൊണ്ട് ഈ വഴി വളരെ നല്ല രീതിയിൽ, മികച്ച രീതിയിൽ തന്നെ അത് പൂർത്തീകരിക്കുവാൻ സാധിച്ചത്. അതുകൂടാതെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ഹാളിൽ ഒക്കൽ പഞ്ചായത്തിലെ, അതല്ലെങ്കിൽ കേരളത്തിലെ തന്നെ എനിക്ക് തോന്നുന്നു പഞ്ചായത്തിന് കീഴിൽ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി സംവിധാനം നമ്മൾ ഒരുക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് ഒക്കൽ ഗ്രാമപഞ്ചായത്ത്. ആ ഡിജിറ്റൽ ലൈബ്രറി ഈ സാംസ്കാരിക നിലയത്തിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. ഇനി ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ
അതിൻ്റെ ഉദ്ഘാടന പ്രവർത്തനങ്ങളെല്ലാം ആരംഭിക്കും. അവിടെ നമുക്ക് നമ്മുടെ വാർഡിലെ കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്രദമായ രീതിയിൽ എല്ലാവിധ കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും അതുപോലെ ബിഗ് സ്ക്രീൻ അടക്കം പ്രൊജക്ടർ അടക്കം ആധുനിക സൗകര്യങ്ങളോടുകൂടി എല്ലാ രീതിയിലും ഉപയോഗിക്കുന്ന രീതിയിൽ ജനങ്ങൾക്ക് അവരുടെ വിവര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം എല്ലാ പഞ്ചായത്തിൻ്റെ എല്ലാം ഇപ്പോൾ സ്മാർട്ട് എന്ന ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ അയക്കുന്നത്, മൊബൈൽ വഴിയാണ് അയക്കുന്നത്. നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളെയാണ് അതിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ ഇവിടെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ജനസേവന കേന്ദ്രം കൂടി ആയി മാറാൻ എല്ലാ രീതിയിലുള്ള സാധ്യതകളുമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു വച്ചിരിക്കുന്നത്. കാരണം ഡിജിറ്റൽ ലൈബ്രറിയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇനി വരുന്ന ആരായാലും ഏത് ജനപ്രതിനിധിയായാലും അവർക്ക് അത് കൃത്യമായിട്ട് തന്നെ വാർഡിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ഒക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും സഹകരണത്തോടെയാണ് നമ്മൾ ഡിജിറ്റൽ ലൈബ്രറി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ബിൽഡിംഗ് നിർമ്മിക്കുവാൻ വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് 15 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപയും അനുവദിച്ചാണ് ഈ ബിൽഡിംഗ് ഇവിടെ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. ഇത് കൂടാതെ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഹാൾ കൂടി പണിയുവാൻ വേണ്ടി നമ്മൾ 20 ലക്ഷം രൂപ കൂടി വകയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതും കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ നമുക്ക് ഈ വാർഡിലെ എല്ലാവിധ ആവശ്യങ്ങൾക്കും നമ്മൾ ഈ മറ്റ് സ്ഥാപനങ്ങളെല്ലാം സമീപിക്കുന്നതിന് പകരം ഈ വാർഡിലെ എല്ലാ കാര്യങ്ങൾക്കും ഗ്രാമസഭയും അതുപോലെ തന്നെ മറ്റുള്ള വിശേഷങ്ങളും എല്ലാം നമുക്ക് ഇവിടെ തന്നെ അവർക്ക് വാർഡിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റി ഹാളിന്റെ ഒരു നവീകരണം മാത്രമല്ല, ഇവിടെ ഈ ചുറ്റും ഒരുപാട് വീട്ടുകാർ താമസിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഈ ഒരു സഞ്ചാരയോഗ്യമാകുന്ന രീതിയിലാണ്. കാരണം വാഹന സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ നമുക്കറിയാം. കാരണം സ്റ്റെപ്പായിട്ട് കിടന്നിരുന്ന ഒരു സ്ഥലം വീട്ടുമുറ്റത്തേക്ക് വാഹനങ്ങൾ എത്താൻ പാകത്തിന് ഇവിടുത്തെ വീട്ടുകാർക്കും കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ കമ്മ്യൂണിറ്റി ഹാളിന് തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ചന്ദ്രിക ചേച്ചിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഈ റോഡ് വന്നു കഴിഞ്ഞപ്പോ ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ലത് തന്നെയാണ്. മറ്റേ സ്റ്റെപ്പായിട്ടല്ലായിരുന്നോ? സ്റ്റെപ്പായിട്ടായിരുന്നു. അപ്പൊ വാഹനങ്ങളൊക്കെ വരാൻ ബുദ്ധിമുട്ടല്ലായിരുന്നോ? വാഹനങ്ങളൊക്കെ വരാൻ പാടാ. ഇപ്പൊ റോഡ് പണിത് കഴിഞ്ഞപ്പോ നല്ല മെനയായല്ല. അതെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. പിന്നെ ഞങ്ങളുടെ മെമ്പർ അന്ന് ഒരു വാക്ക് പറഞ്ഞായിരുന്നു, ഞാൻ ജയിച്ചു കഴിയുമ്പോഴത്തേക്ക് റോഡ് നമുക്ക് നന്നായിട്ട് എടുക്കാം എന്നൊരു വാക്ക് പറഞ്ഞു. അത് പുള്ളി അത് പാലിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഉപകാരമായിരുന്നത്. റോഡ് കിട്ടിയപ്പോ എന്താ സന്തോഷമായോ? റോഡ് കിട്ടിയപ്പോ സന്തോഷമായി. എനിക്കിപ്പോ 59 വയസ്സായി. എന്റെ ചെറുപ്പം മുതലേ റോഡ് ഇങ്ങനെ ഇതിലാണ് ഇവിടെ വരെ വണ്ടി വരുള്ളായിരുന്നു, സ്റ്റെപ്പായിരുന്നു. ശങ്കര കോളേജിലെ പിള്ളേരൊക്കെ പറഞ്ഞാൽ കുറച്ച് വഴി ഉണ്ടാക്കിയത്. പിന്നെ മറ്റേ മെമ്പർമാരൊക്കെ നിന്ന് കുറച്ച് ഇരുന്നു. ഞങ്ങളുടെ മെമ്പർ കയറിയപ്പോ ഫുള്ളായിട്ട് എല്ലാം ശരിയാക്കി തന്നു. കെട്ടിടം പണിതു, പോയി. അങ്ങനെ സന്തോഷമായി. ഇപ്പൊ വണ്ടി ഒരു രണ്ടച്ഛൻ വയ്യാണ്ട് കിടന്നപ്പോഴൊക്കെ എടുത്താണ് എന്റെ മോൻ ഇവിടെ വരെ കൊണ്ടുവന്നു. അപ്പൊ അമ്മ വയ്യാണ്ട് എടുക്കുക, അമ്മ നടക്കൂല. അപ്പൊ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ സന്തോഷമായി. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇത് പ്രയോജനപ്പെട്ടത് ചേട്ടനും കൂടിയാന്ന് തോന്നുന്നു. കാരണം ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാവുമ്പോ എനിക്കും കൂടി മാത്രല്ല ഈ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും ഉപകാരപ്പെട്ടാണ്. ഈ വഴി അങ്ങോട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് പോണെയാണ് ആളുകൾ. അല്ല, ഓട്ടോറിക്ഷയൊക്കെ ആളുകൾ ഒരുപാട് ആളുകൾ ഈ വഴി ഉപയോഗിക്കേണ്ട സംഗതി. അല്ലാണ്ട് ഇത് പണ്ട് കൂവപ്പടി പഞ്ചായത്തായിരുന്നു. ഒരു 20 കൊല്ലത്തോളമായി സംഗതി ഇത് ഒക്കൽ പഞ്ചായത്തായിട്ട് മാറിയിട്ട്. ഒക്കൽ പഞ്ചായത്തായിട്ട് ഇവിടെ LDF തന്നെ ഭരിച്ചുകൊണ്ടിരുന്ന സംഗതി. ഇത്തവണ 20 കൊല്ലത്തിന് ശേഷമാണ് ഭരണമാറ്റം വന്നത്. മെമ്പർ വന്നു, ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്ത സംഗതി. പക്ഷെ എല്ലാം പൂർത്തീകരിച്ചു. ഈ നാട്ടിലുള്ള ചെറിയ 2 അടി വഴി വരെയും ഈ മെമ്പർ സംഗതി കോൺക്രീറ്റ് ചെയ്ത് വഴികൾ നല്ല സഞ്ചാരയോഗ്യം മാറ്റി തന്ന സംഗതി. ഈ വഴിയൊക്കെ വളരെ മോശം തന്നെയായിരുന്നു. കാരണം ഇവിടെ എന്തോരം ആളുകൾ താമസിക്കുന്ന നടന്നു വരുമ്പോൾ നമ്മളെ രോഗികൾ വന്നാൽ തന്നെ എടുത്ത് താഴേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് സംഗതി. വാഹനം താഴെ വരെ വരുള്ളൂ സംഗതി, മുകളിലേക്ക് കയറുന്ന സ്റ്റെപ്പ് പോലെ തന്നെയായിരുന്നു സംഗതി. ഒരു വഴി സൗകര്യം ഒന്നും ഉണ്ടായിട്ടില്ല സംഗതി. അപ്പൊ ഇപ്പൊ വളരെ ഉപകാരം. ഈ നിൽക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ഉപകാരമായില്ല. ഇത്ര കൊല്ലായി. ഇപ്പൊ ഈ ഒക്കൽ പഞ്ചായത്തിലേക്ക് തന്നെ ഏറ്റവും നല്ല വഴി ഇതായി. അതാണ് അതിന്റെ പ്രത്യേകത.
അത്രയും മോശപ്പെട്ട് നടന്നാണ് നടക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും നന്നായിട്ട് നടക്കുമെന്ന്. അതിനും സന്തോഷമായി. എന്താണേലും 3 അടി വഴിയായിരുന്നത് ഇപ്പൊ 9 അടി വഴിയായി. സിയാസ് വന്ന പിന്നെ നല്ല പ്രവർത്തനമാണ് നടക്കുന്നത്. എല്ലാ റോഡുകളും വീതി കൂട്ടിയിട്ടുണ്ട്. നല്ല ഇതിലായിട്ടാണ് നടക്കണേ. ആകെ തിങ്ങി കൂടിയ നടന്നിരുന്ന നല്ലൊരു വികസനമായി. ഇപ്പൊ ഞങ്ങൾക്ക് ഈ റോഡ് ആകെ മോനായിട്ട് കിടക്കാറുണ്ട്. റോഡ് നന്നായി കിട്ടി. ഞങ്ങൾക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് കയറി ഇറക്കാൻ വേണ്ടായില്ലായിരുന്നു. ഒരു കമ്മ്യൂണിറ്റികളുടെ ഉടനെ ഈ വന്ന മെമ്പറോട് പൊളിക്കാൻ വേണ്ടി പൊളിച്ചിട്ടുണ്ടായില്ല. ഇപ്പം ഈ തവണ മെമ്പർ വന്നപ്പോൾ ഞങ്ങൾക്ക് ശരിയായി കിട്ടി. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്കൊന്ന് കയറി ഇറക്കാൻ. ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മനോഹരമായ ഓപ്പൺ ജിം സ്ഥാപിച്ചിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം അനുയോജ്യമായ രീതിയിൽ പെരുമാറാൻ അനുയോജ്യമായ രീതിയിലാണ് ഇവിടുത്തെ ഉപകരണങ്ങളും. ഇതിന്റെ ഒരു പദ്ധതി എങ്ങനെയായിരുന്നു? ഇത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതിയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് ആദ്യഘട്ടത്തിൽ 5 ലക്ഷം രൂപ അനുവദിച്ച് മിഷനറി എല്ലാം സ്ഥാപിച്ചു. ഈ കഴിഞ്ഞ പദ്ധതിയിൽ 2 ലക്ഷം രൂപ കൂടി അനുവദിച്ച് ബാക്കി ടൈലും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ചെയ്താണിത് പൂർത്തീകരിച്ചിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, നമ്മുടെ ഡിവിഷൻ മെമ്പറായ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ CJ ബാബുച്ചേട്ടൻ്റെ വികസന ഫണ്ട് ആണ് ഇതിന് ഉപയോഗപ്പെടുത്തിയത്. ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. ഈ പറഞ്ഞ നമ്മൾ ഈ സ്ഥലം കണ്ടെത്തിയപ്പോൾ ഈ സ്ഥലത്ത് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടാണ് നമ്മളിത് ഏറ്റെടുത്തത്. നമ്മളിത് ലോക്കൽ ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലക്ക് നമ്മളിവിടെ ഒരു ഹെൽത്തിൻ്റെ സബ് സെൻറ്റർ കൊണ്ടുവരണമെന്നാണ് ആദ്യം ആഗ്രഹിച്ചത്. സാങ്കേതിക കാരണങ്ങളാൽ അത് നടന്നില്ല. അതിന് പകരം നമ്മൾ ഓപ്പൺ ജിം ഇവിടെ പ്രാവർത്തികമാക്കുകയാണ് ചെയ്തത്. നമ്മൾ ഇപ്പോൾ കണ്ട് ആ കമ്മ്യൂണിറ്റി ഹാള് നമ്മൾ ആ വഴിയെല്ലാം ശരിയാക്കി അതെല്ലാം ക്ലിയർ ചെയ്ത് തന്നെ. കാരണം പഞ്ചായത്തിൻ്റെ ഈ ഭാഗത്തേക്ക് ഈ 11, 12, 13 വാർഡുകൾ ഉൾപ്പെടുന്ന ഏരിയ ഏറ്റവും പിന്നോക്കക്കാരായ ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയാണ് പഞ്ചായത്തിൻ്റെ. അവിടെ ഒരു ഹെൽത്തിൻ്റെ ഒരു സബ് സെൻറ്റർ അതല്ലെങ്കിൽ ഹെൽത്ത് സെൻറ്റർ ഇല്ല എന്നുള്ളത് വളരെയധികം നമുക്ക് ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. അത് നമ്മൾ പ്രാവർത്തികമാക്കുവാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ അതിൻ്റെ പണി ആംബുലൻസൊക്കെ ചെല്ലുന്ന രീതിയിൽ തന്നെ പൂർത്തീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഓപ്പൺ ജിം ഇവിടെ ഇപ്പോൾ ഈ വാർഡിൽ മാത്രമല്ല, മുക്കൽ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നുള്ള ഒട്ടനവധി ആളുകൾ വൈകുന്നേരങ്ങളിൽ സ്ത്രീകളടക്കം ഒട്ടേറെ പേർ വന്ന് എല്ലാ ദിവസവും ഇവിടെ വരുന്നുണ്ട്. വളരെയധികം ഉപകാരപ്രദമായ ഒരു പ്രൊജക്റ്റായി ഇത് മാറി എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനെ നേരിടുമ്പോൾ നമ്മൾ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് കൊടുത്തിരുന്ന ഒരു പ്രധാന വാഗ്ദാനം എന്ന് പറയുന്നത് ഇത് ട്രാവൻകൂർ റയോൺസ് തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളാണ്. ആ ട്രാവൻകൂർ റയോൺസിലെ തൊഴിലാളികൾ താമസിക്കുന്ന ഈ ക്വാർട്ടേഴ്സുകൾ 2 വഴികളും വളരെ മോശമായ രീതിയിലായിരുന്നു കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ റയോൺസ് ക്വാർട്ടേഴ്സിൻ്റെ ഒരു വികസനം അന്നേ നമ്മൾ വാഗ്ദാനത്തിൽ കൊടുത്തിരുന്നതാണ്. ആ വാഗ്ദാനം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ കയറി വരുന്ന 2 റോഡുകളും വളരെ ഭംഗിയായ രീതിയിൽ തന്നെ ടൈൽ വിരിച്ച് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മളിവിടെ നിർമ്മിച്ചിരിക്കുന്ന ഈ ഓപ്പൺ ജിമ്മും ഏകദേശം 40-50ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ട്രാവൻകൂർ റയോൺസിൻ്റെ ക്വാർട്ടേഴ്സാണ്. ഇവിടെയുള്ള എല്ലാവർക്കും വൈകുന്നേരങ്ങളിൽ ഇവിടെ ഒത്തുകൂടുവാനും അതുപോലെ തന്നെ ഈ ജിമ്മിൻ്റെ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുവാനും അവർക്ക് കഴിയുന്ന രീതിയിലാണ് ഇത് നമ്മൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പറയാനൊന്നുമില്ല. ഈ വാർഡിൽ 12ാം വാർഡിൽ സിയാസ് മെമ്പറായി പിന്നെ എല്ലാ റോഡുകളും അതുപോലെ വീടുകൾക്ക് എല്ലാ കാര്യങ്ങളും നടത്തി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇതിക്ക് മുമ്പ് വലിച്ച മെമ്പർമാരൊക്കെ നന്നായ രീതിയിൽ പ്രവർത്തിച്ചു. ജനങ്ങളായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടാൻ എല്ലാത്തിനും പുള്ളി മുൻപന്തിലുണ്ട്. എല്ലാ റോഡുകളും ഈ വാർഡിൽ ഒരു വഴി കൈ പോലും 2 അടി വീതിയുള്ള റോഡുകൾ നന്നാക്കി കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ തന്നെ പ്രദേശവാസിയായിട്ടുള്ള ശിശുവിന്റെ പേര് മഞ്ജുനെ. നേരത്തെ ഈ ഒരു റോഡിന്റെ അവസ്ഥകളും ഇപ്പോഴും എങ്ങനെയാ? ഇപ്പൊ ഷിയാസ് വന്നേ പിന്നെ എല്ലാ റോഡും വൃത്തിയായി കട്ടയൊക്കെ വിരിച്ചു.
നല്ലൊരു മെമ്പറായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. എനിക്ക് എൻ്റെ വീട് പണിയാൻ കുറേ സഹായിച്ചിട്ടുണ്ട്. ഇതന്നെ എൻ്റെ വീട്. ഒരുപാട് ബുദ്ധിമുട്ടി ഞാൻ പേര പണിയാൻ, അതിന് ഷിയാസാണ് എല്ലാ സപ്പോർട്ടും എനിക്ക് ചെയ്തതാണ്. നല്ലൊരു മെമ്പറാണ്, ഇപ്പോഴും ഞാൻ അഭിമാനിക്കുന്നു. നല്ല പ്രസിഡന്റുമായിരുന്നു. പഞ്ചായത്തിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്ന സ്ഥാനത്ത് നിന്നെല്ലാം ഷിയാസാണ്. ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഘടകമാണിത്, ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. അതും തികച്ചും സാധാരണക്കാരായ ആളുകൾക്ക് പ്രയോജനപ്രദമായ രീതിയിലാണ്, ഉപകാരപ്രദമായ രീതിയിലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ആധുനിക സംവിധാനങ്ങളോടുകൂടി സൗകര്യങ്ങളോടുകൂടി നവീകരിച്ച സ്മാർട്ട് അംഗനവാടി, അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അത് എത്ര ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു? കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഈ കൊടുത്തിരുന്ന വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അംഗൻവാടി ഈ വാർഡിലുണ്ട്. 2 അംഗൻവാടി നിലവിൽ ഈ വാർഡിലുണ്ട്. അതിൽ ഒരു അംഗൻവാടിക്ക് സ്ഥലമില്ലാതെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. ആ സ്ഥലമില്ലാതെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അംഗൻവാടിക്ക് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ച് കെട്ടിടം പണിയും എന്നുള്ളത് നമ്മൾ അന്ന് ഇലക്ഷന് കൊടുത്തിരുന്ന പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ എൽദോസ് കുന്നപ്പള്ളി അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 28 ലക്ഷം രൂപ MLA ഫണ്ടും ഗ്രാമപഞ്ചായത്തിൻ്റെ 6 ലക്ഷം രൂപ ഫണ്ടും ഉപയോഗപ്പെടുത്തിയാണ് ഇപ്പോൾ ഈ അംഗൻവാടി നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാലയളവിൽ തന്നെ നമ്മൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കാൻ സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷകരമായ ഒരു കാര്യമാണ്. തന്നെയുമല്ല, ഈ പ്രദേശം ഇതൊരു 4 സെൻറ്റ് കോളനിയാണ്. നമ്മൾ അന്ന് കൊടുത്ത പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഈ 4 സെൻറ്റ് കോളനിയുടെ സമഗ്ര വികസനം എന്നുള്ളത്. ഇവിടേക്കുള്ള റോഡുകൾ വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു. ആ അവസ്ഥയിൽ നിന്നും റോഡ് വളരെ ടൈൽ വിരിച്ച് ഭംഗിയായി തന്നെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ സ്മാർട്ട് അംഗൻവാടിക്ക് സ്ഥലം വാങ്ങിക്കാൻ നല്ലവരായ ചിലരുടെ സഹായത്തോടെ ഒരു 7 ആളുകൾ സഹായിച്ചിട്ടാണ് അതിൻ്റെ സ്ഥലം വാങ്ങിച്ചത്. അതിന് മുൻകൈയെടുത്ത് ഈ പറഞ്ഞ വാർഡ് വികസന സമിതി അംഗങ്ങളും ഞാനും എല്ലാവരും കൂടി മുൻകൈയെടുത്തിട്ട് തന്നെയാണ് ആ സ്ഥലം വാങ്ങിച്ച് MLAയുടെ സഹായത്തോടെ വളരെ ഭംഗിയായ രീതിയിലാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഈ കാണുന്ന ഗ്രൗണ്ട് ചെറിയ കുട്ടികൾക്ക് കളിക്കാവുന്ന രീതിയിലും രൂപപ്പെടുത്താൻ വേണ്ടി നമ്മൾ പ്രൊജക്റ്റ് വച്ചിട്ടുള്ളതാണ്. അത് അംഗൻവാടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് ആ പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അത് വർക്ക് നമ്മൾ പെൻഡിങ്ങിൽ വച്ചിട്ടുള്ളത്. അത് അംഗൻവാടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടന പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ഈ കാലയളവിൽ തന്നെ ആരംഭിക്കുവാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്തു കഴിഞ്ഞു. ഞങ്ങൾക്ക് ഈ മെമ്പർ കൊല്ലം വന്നിട്ട് 5 വർഷമായിട്ട് മെമ്പർ നല്ല രീതിയിൽ ഇവിടെയൊക്കെ കൊണ്ടുപോയി. റോഡൊന്നും ഉണ്ടായില്ല, റോഡെല്ലാം കല്ലെടുത്ത് നല്ല സൂപ്പറായിട്ട് എല്ലാ പണികളും തീർത്തു. അതുപോലെ തന്നെ അംഗൻവാടിയും അങ്ങനെ എല്ലാം ശരിയാക്കി തന്നുണ്ട്. വേറെ ഇതൊക്കെ നല്ലത് തന്നെ. ഒരുപാട് വാർഡ് ഏറ്റവും നല്ല താഴ്ന്ന നിലയിലാണ് ഇപ്പൊ ഏറ്റവും ടോപ്പ് ആക്കിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കൊണ്ടും. അംഗൻവാടിയൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള സങ്കല്പമായിരുന്നു. ഇപ്പൊ ഈ മെമ്പർ കയറിയ പിന്നെയാണ് അംഗൻവാടി എല്ലാതും എല്ലാ കൊല്ലത്തേക്കാളും നല്ലതായിട്ട് ഈ മെമ്പർ വന്ന പിന്നെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും റോഡുകളായാലും എല്ലാം ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നെ പറയാൻ ഒരുപാടുണ്ട്, അതാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. ഞങ്ങളുടെ അഭിപ്രായം നല്ല ഈ 5 വർഷമായിട്ട് മെമ്പർ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞങ്ങളുടെ ആഗ്രഹം മെമ്പർ സാധിച്ചു തന്നുണ്ട്. സാധാരണ പ്രകടന പത്രിക വരുമ്പോ എല്ലാം ചെയ്യാറില്ല, അതിലുള്ള ഇനി ഒന്നും ചെയ്യാനില്ല. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് പ്രകടന പത്രികയിലുള്ള. വേണ്ടത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനത്തെ മെമ്പർ തന്നെ മാത്രം മതി, വേറെ ഒരു മെമ്പറും വേണ്ട. 12ാം വാർഡിൽ ഇപ്പോൾ ഷിയാസ് മെമ്പറായതിനു ശേഷം എല്ലാ റോഡുകളും നന്നാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ വഴി വരെ റെഡിയാക്കി തന്നിട്ടുണ്ട്. എല്ലാ റോഡുകളും ഓക്കെയാണ്. നല്ല അഭിപ്രായമാണ് ഷിയാസിനെ പറ്റി എല്ലാവർക്കും. ഒക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണ് ഈ കടന്നു പോകുന്ന കാത്തലിക് സിറിയൻ ബാങ്ക് വല്ല മസ്ജിദ് റോഡ്. ഈ റോഡ് എൻ്റെ വാർഡിൻ്റെ പരിധിയിൽ വരുന്ന പ്രദേശം കഴിഞ്ഞ 5 വർഷക്കാലം മുമ്പ് വളരെ മോശമായിട്ട് കിടന്നിരുന്ന എല്ലാ ഭാഗങ്ങളും, അതായത്
എൻഡ് ടു എൻഡ് വാർഡ് വരുന്ന പരിധിയിൽ വരുന്ന എല്ലാ ഭാഗങ്ങളും വളരെ മനോഹരമായ രീതിയിൽ തന്നെ കട്ടവിരിച്ച് പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ്, ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്ന വളരെ പ്രാധാന്യമേറിയ ഒരു വഴി. നമുക്കറിയാം MC റോഡിൽ ബ്ലോക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും വാഹനങ്ങൾ വഴിതിരിച്ച് പോകുന്ന ഒരു വഴി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വഴി യുടെ പ്രാധാന്യം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ ആദ്യം തന്നെ എല്ലാ രീതിയിലും അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഈ വാർഡിൻ്റെ പരിധിയിൽ ഈ വർക്ക് പൂർത്തീകരിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനമുള്ള കാര്യമാണ്. ഒരു പാറമടയാണ് 12ാം വാർഡിലെ. അതായത് കുട്ടികൾ ഇവിടെ നിന്ന് ചൂണ്ടയിടുന്നുണ്ട്. വളരെ മലിനമായി കിടന്നിരുന്ന ഈ ഒരു പാറമട കുട്ടികൾക്ക് ഇവിടെ വന്ന് ചൂണ്ടയിടാൻ പാകത്തിന് നല്ല വൃത്തിയായിട്ട് ഇവിടെ ശുചീകരിച്ചിട്ടുണ്ട്. നേരത്തെ എന്തായിരുന്നു ഇതിന്റെ അവസ്ഥ? നേരത്തെ ഇത് വളരെ മലിനീകരണമായിട്ട് കിടന്ന കുളമാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഷിയാസ് മെമ്പറായി കഴിഞ്ഞപ്പോൾ അത് വളരെ നല്ല രീതിയിൽ നല്ല ഇതാക്കി ഇതേപോലെ തന്നെ കെട്ടി നല്ല ഭംഗിയാക്കി എടുത്തു. ഇപ്പോൾ വേസ്റ്റ് ഒന്നും അങ്ങനെ ഒരുപാട് കൊണ്ടു ആരും ഇടണമെന്നില്ല. പിന്നത്തെ മീനിൻ്റെ പിള്ളേർ മീൻ പിടിക്കുന്നു, നല്ല കുഴപ്പമില്ലാതാണ് പോകുന്നു. നല്ല അടിപൊളി കുളമായിട്ട് കിടക്കണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരുന്ന കാറ്റുകളൊക്കെ ചെയ്യാല്ലേ? കുളങ്ങളും ചെറുകളും ഒക്കെ നവീകരിക്കാതെ മലിനപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയിലാണ് പല സ്ഥലങ്ങളിലും നമ്മൾ കാണപ്പെടുന്നത്. ആർക്കും ഒരു ഉപകാരമല്ലാത്ത രീതിയിൽ. ഇതിന്റെ നേരത്തെ ഒരു അവസ്ഥയും ഇപ്പോഴത്തെ ഒരു അവസ്ഥയും? നേരത്തെ ഞാൻ വാർഡ് ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് തന്നെ ഈ ഭാഗം മൊത്തം വേസ്റ്റ് ഇട്ട് മൂടിയ അവസ്ഥയിലായിരുന്നു. അതിൻ്റെ വിഷ്വൽസൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. കാരണം കംപ്ലീറ്റ് വേസ്റ്റ് വന്ന് മൂടി വളരെ മലിനമായിട്ട്, ഒപ്പം ചെറിയ രീതിയിൽ വെള്ളവും, അപ്പോൾ തൊട്ടടുത്ത കിണറുകളൊക്കെ മലിനമാകുന്ന ഒരു രീതിയിലേക്ക് പോയിരുന്നു. നമ്മൾ ആ അവസ്ഥയിലാണ് ഇലക്ഷന് നേരിടുന്ന സമയത്ത് നമ്മൾ കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനത്തിൽ ഒന്നാണ് ഈ ഇഞ്ചക്കുളം നവീകരിക്കും, അത് നല്ല രീതിയിൽ സംരക്ഷിക്കും, ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കും എന്നുള്ളത് നമ്മൾ അന്ന് കൊടുത്ത ഒരു വാഗ്ദാനമായിരുന്നു. ആ വാഗ്ദാനം നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഭരണത്തിലേറി ആദ്യത്തെ വർഷം തന്നെ നമുക്കത് പൂർത്തീകരിക്കുവാൻ സാധിച്ചു. 2 ഘട്ടമായിട്ട് ഇതിലെ വേസ്റ്റ് മുഴുവൻ മാറ്റി വളരെ മനോഹരമായ രീതിയിൽ 2 ഘട്ടങ്ങളിലായിട്ടത് കെട്ടി സംരക്ഷിക്കാൻ കഴിഞ്ഞു. ഇനിയും നമ്മളിത് മുകളിലേക്കുള്ള ഭാഗം കൂടി ഇതിൻ്റെ കെട്ടിത്തീർക്കുവാനുണ്ട്. അതിനും നമ്മൾ പ്രൊജക്റ്റ് വച്ചിട്ടുണ്ട്. അതിൽ 10 ലക്ഷം രൂപ നമ്മൾ അനുവദിച്ച് പ്രൊജക്റ്റ് വച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ 3 ഘട്ടങ്ങളായിട്ട് തന്നെ വളരെ മനോഹരമായ രീതിയിൽ ഇത് പൂർത്തീകരിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ കാണുന്ന അവസ്ഥയിൽ നമുക്കറിയാം നല്ലോണം വളരെയധികം വെള്ളം ഇതിലുണ്ട്. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം ഇവിടെ നടന്ന എല്ലാ വീട് പണികളും, അതുപോലെ തന്നെ കുട്ടികൾക്ക് ചൂണ്ടയിടാനും മറ്റുള്ള കാര്യങ്ങൾക്കും ജലസേചന ആവശ്യങ്ങൾക്കും എല്ലാം, പിന്നെ തൊട്ടടുത്ത കിണർ, നമുക്കിത് വെള്ളത്തിന് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു പ്രദേശമായിരുന്നു. കിണറുകളിൽ അപ്പോൾ മറ്റു ഈ തൊട്ടടുത്ത വീടുകളിലെല്ലാം ഉറവുകൾ ഇതുപോലെയുള്ള ജലസ്രോതസ്സുകളെ തന്നെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുപോലുള്ള ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അത് നമ്മളോട് ഈ പറഞ്ഞ രീതിയിലെല്ലാം സർക്കാരും അതുപോലെ തന്നെ മറ്റുള്ളവരും എല്ലാം പദ്ധതികൾ കൊണ്ടുവന്ന് ഈ രീതിയിലുള്ള ജലസംരക്ഷണത്തിന് മുഖ്യ പ്രാധാന്യം നൽകുന്ന ഈ അവസരത്തിൽ വാർഡിലെ ഏക ജലസ്രോതസ്സായിട്ടുള്ള ഈ കുളം നവീകരിച്ച് വളരെ ഉപയോഗപ്രദമായിട്ട് ആക്കിയെടുക്കുന്നതിൽ സാധിച്ചിട്ടുണ്ട്. ഇഞ്ചക്കുളം പ്രദേശവാസികളാണ്. ഇപ്പം നമ്മുടെ ഷിയാസിക വാർഡ് മെമ്പറായിട്ട് വന്നു കഴിഞ്ഞ് പിന്നെ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയത്? എല്ലാ കാര്യവും ചെയ്തു. മെമ്പറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്ന എല്ലാ പരിപാടികളും ചെയ്തു. ഇനിയിപ്പോൾ വന്ന ആൾക്കാർക്ക് ഒരു പരിപാടി ഇവിടെ ഇല്ല. ഇനി വന്ന ആൾക്കാർക്ക് വെറുതെ ഇരിക്കേണ്ടല്ലോ, അവൻ മാനമര്യാദയായിട്ട് ചെയ്യും. അങ്ങനെ ഒരുപാട് സംസാരിക്കും. ഇതിനും കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൻ നടത്തി. ഇനി ഒന്നും നടത്താനില്ല. പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചു, ഒക്കെ പാലിച്ചു ഇന്നവരെ. ഇതിനു മുമ്പ് കയറിയിരുന്നവരെല്ലാം നമ്മൾ വോട്ട് പിടിക്കാൻ വേണ്ടി വരുമ്പോ ഫസ്റ്റ് പറയണ കാര്യം നമ്മുടെ ഈ കുളം നന്നാക്കാണ്. പക്ഷെ കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് വരെ ഇതൊന്നും ഇവിടെ പാലിച്ചിട്ടില്ല. ഷിയാസ്ക വന്നതിന് ശേഷമാണ് ആദ്യം തന്നെ നമ്മുടെ വേസ്റ്റുകളൊക്കെ നീക്കി ഇതുപോലെ കെട്ടി. ഇനി അതിന്റെ പണികൾ ഇനിയും പൂർത്തീകരിക്കാൻ ഉടനെ തന്നെ അത് പൂർത്തീകരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചെറിയ റോഡുകള്, കാര്യം ഒരാൾക്ക്
നടക്കാന്ന് വെച്ചാൽ കാണാൻ പോലും പറ്റാത്ത സ്ഥിതിയിലായിരുന്നു നമ്മളിവിടെ ചെറിയ റോഡുകൾ. അതെല്ലാം കട്ട വിരിച്ച് വളരെ മനോഹരമാക്കി. പീത്ത പറഞ്ഞ പോലെ പൊതുവെ പുള്ളി സംസാരിക്കില്ല, നമ്മുടെ മെമ്പർ സംസാരിക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചിരിച്ച് പോകുന്നുള്ളൂ. പക്ഷെ എല്ലാം പുള്ളിയുടെ മൈൻഡിലുണ്ടാവും. നമുക്ക് വേണ്ട കാര്യങ്ങൾ പുള്ളി നമുക്ക് നടത്തി തരും. അതുപോലെ ഇപ്പൊ ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം, അതും വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ വാർഡിൽ അങ്ങനെ ഒരു ഓപ്പൺ ജിം ഒക്കെ വന്നതില്. അതുപോലെ തന്നെ പുതിയ അംഗൻവാടികള്, അതുപോലെ ഒരുപാട് വീടുകൾ ഞങ്ങൾക്കാണെങ്കിലും വീട് മെമ്പറിന്റെ ഇതിലാണ് ഞങ്ങൾക്ക് വീട് കിട്ടി. അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് വീടുകൾ മെമ്പർ വന്നതിന് ശേഷം വാങ്ങി കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാം ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു, നന്ദി അറിയിക്കുന്നു. ഇവിടെ ഈ പ്രദേശത്ത് മെമ്പറുടെ ഒരു വികസന പ്രവർത്തനങ്ങളൊക്കെ ഏത് രീതിയിലായിരുന്നു? നല്ല രീതിയിലായിരുന്നു. എല്ലാം റോഡുകൾ നടത്തി, എല്ലാം കുറെ വീടുകൾ കിട്ടി. എല്ലാവർക്കും ഞങ്ങൾക്ക് വീട് തന്നു. ലൈഫിന്റെ എൻ്റെ മോന് വീട് തന്നു. പിന്നെ ഇവിടെ വേസ്റ്റ് കുഴി അതിന് തന്നു. അങ്ങനെ എല്ലാവിധ സഹായങ്ങളും ചെയ്തിട്ടുണ്ട് മെമ്പറിനെ കൊണ്ട് കഴിയാവുന്ന പരമാവധി ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. റോഡുകളുടെ ഒക്കെ അവസ്ഥ നല്ല മോശമായിരുന്നു. ആ റോഡൊക്കെ നന്നാക്കി തന്നു. നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. ഇത് മശാനത്തിന്റെ ആണെങ്കിൽ ഇതെല്ലാം പെയിന്റ് എല്ലാം അടിച്ചു പോയതാണ്. അതൊന്നും ഇപ്പൊ വന്നുള്ളൂ. അവിടെ അതിന്റെ ഷീറ്റ് എല്ലാം കഴിഞ്ഞു. പിന്നെ നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. മോശമായിട്ടൊന്നും പറയാനില്ല ഞങ്ങൾക്ക്. മെമ്പർ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ റോഡുകളെല്ലാം പൂർത്തീകരിച്ചു. പിന്നെ പാവപ്പെട്ടവർക്ക് ഒത്തിരി സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്ത് ചോദിച്ചാലും പുള്ളി സഹായിച്ചു തരും. അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. സംസാരിക്കാൻ കുറച്ച് ഇതാന്നുള്ളൂ പുള്ളി, വേറെ കുഴപ്പമൊന്നുമില്ല. പുള്ളിനുണ്ട്. ഇലക്ഷന്റെ സമയത്ത് പുള്ളി ഇനിയും ജയിക്കും. ഞങ്ങൾ ജയിപ്പിക്കുകയും ചെയ്യും. ഞങ്ങൾക്ക് കുഴപ്പമൊന്നും. മെമ്പർ ആവണമെന്നാണോ ആഗ്രഹം? ഇനി മെമ്പർ ആവണം? ഇനി മെമ്പറാണ് ഞങ്ങൾക്ക് താല്പര്യം. എന്നുവെച്ചാൽ നല്ല പുരോഗമനം എല്ലാ മെമ്പർമാരും നിന്നാലും നല്ല പുരോഗമനം പുള്ളി ചെയ്തിട്ടുണ്ട്. എന്റെ ഭർത്താവിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട, കാരണം എനിക്ക് അറിയാൻ പറ്റുള്ള ഒക്കെയുള്ളൂ. നന്ദി വാക്കുപോലും പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. വാർഡില് ഷിയാസ്ക വന്നേ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിക്ക് മുന്നുള്ള ഞങ്ങളുടെ വാർഡ് പോലെ അല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും വികസനമില്ലാത്ത വാർഡായിരുന്നു. ഇപ്പോൾ റോഡുകളാണെങ്കിലും ഇപ്പോൾ സ്മാർട്ട് അംഗനവാടി ആണെങ്കിലും ഓപ്പൺ ജിമ്മാണെങ്കിലും അങ്ങനെ എടുത്തു പറയാനായിട്ടാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രവർത്തനം ഞങ്ങളുടെ ഒക്കൽ ഗ്രാമപഞ്ചായത്തിൽ നടന്നേക്കണേൽ 12ാം വാർഡിലാണ്. മെമ്പർ വന്നേ പിന്നെ ഞങ്ങളുടെ വാർഡിൽ നല്ല വികസനമായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊക്കെ എല്ലാത്തിനും നല്ല സഹകരണമായിരുന്നു. ഈ വഴിയുടെ സൗകര്യങ്ങളൊക്കെ പെട്ടെന്ന് ഞങ്ങൾക്ക് സൗകര്യം ചെയ്തു. പിന്നെ ഞങ്ങൾ അങ്ങനെ നല്ല മെമ്പറായിട്ടാണ് ഞങ്ങൾ അംഗീകരിച്ചത്. പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ താമസിക്കാൻ വന്നിട്ട് 5 വർഷമായി. ഞങ്ങളിവിടെ വന്നപ്പം ഈ വഴിയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ 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 മോശമായിരുന്നു. വാഹനങ്ങളൊന്നും കയറ്റാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നില്ല. മെമ്പറാണ് ഞങ്ങൾക്ക് വഴിയൊക്കെ ശരിയാക്കി തന്നെ. ഇപ്പം മുറ്റം വരെ വാഹന സൗകര്യമുണ്ട്. അത് മാത്രമല്ല, എല്ലാ പഞ്ചായത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ വാർഡിൽ ഓപ്പൺ ജിമ്മ്, ഡിജിറ്റൽ ലൈബ്രറി, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മെമ്പർ ഒരുക്കി തന്നിട്ടുണ്ട്. ഇതിനെല്ലാം ഞാൻ മെമ്പറിനോട് വളരെയധികം നന്ദി പറയുന്നു. ഞാൻ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട്. ആദ്യം വഴി എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി തിരിവിടാൻ പറ്റില്ലായിരുന്നു. അവിടെ പാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ മെമ്പർ നമുക്ക് ശരിയാക്കി തന്നു. അതിലൊരു സന്തോഷമുണ്ട്. എന്നാലും ഇപ്പം നല്ല അടിപൊളിയാക്കി. കോൺക്രീറ്റ് ഇവിടുന്ന് താഴെ വരെ കോൺക്രീറ്റ് ചെയ്തു. ആദ്യം വളരെ മോശമായിരുന്നു. എന്നുവെച്ചാൽ വണ്ടി പോലും കയറ്റാൻ പറ്റില്ല, നമുക്ക് നടക്കാൻ പറ്റില്ല, ആകെ ഇതായിരുന്നു. അപ്പം നമുക്ക് നല്ല വഴി കിട്ടി. ഈ വർഷം മെമ്പർ വന്നതുകൊണ്ട് ഒരുപാട് പ്രവർത്തനം നടന്നിട്ടുണ്ട്. ഇത്രയും വർഷത്തെക്കാളും ഒരുപാട് പുരോഗമനം ഈ 12ാം വാർഡിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന വ്യക്തിക്കല്ല, പൊതുവായിട്ട് 1-2 വ്യക്തികൾ അതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ബാക്കി ഭൂരിപക്ഷം നന്നായി. വഴിയായിട്ടും വീടായിട്ടും കോഴിയായിട്ടും ഇത്രയും നാളും ഒരു കോഴി ഫ്രീ ഉണ്ടെന്ന് ഞങ്ങളുടെ വാർഡിൽ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായില്ലായിരുന്നു. ഈ മെമ്പർ വന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു കോഴീനെ വരെ കിട്ടാൻ കാരണം. എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടാൻ കാരണം പല ആനുകൂല്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് പറയേണ്ട കാര്യമില്ല. പഞ്ചായത്തിൽ നിന്ന് കിട്ടേണ്ട ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ഈ മെമ്പർ ഇത്രയും വർഷം നിന്നിട്ട് ഒരു കോഴിയായിട്ടോ ആടായിട്ടോ അല്ലെങ്കിൽ റോഡ് നന്നാവാനായിട്ടോ ഇതൊന്നും പൊതുവായിട്ടുള്ള പ്രവർത്തനത്തിന് ചെയ്തിട്ടില്ല. വ്യക്തിപരമായിട്ട് എനിക്ക് കിട്ടിയ ആനുകൂല്യങ്ങൾ പലതും ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഇപ്പുറത്തെ എല്ലാം തന്നെ നന്നാക്കിയിട്ട് ചെറിയ ചെറിയ ഉള്ളുവഴികള് അതൊക്കെ ഇനിയിപ്പോ അതേ 5 വർഷമേ ഉള്ളൂ. ഇനി അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് പുള്ളി കയറാണെങ്കിൽ നിൽക്കാണെങ്കിൽ
ഇനി മെമ്പറിന് നിൽക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ മെമ്പർ ഈ വാർഡിൽ നിൽക്കണമെന്ന്, പക്ഷെ വനിതാ വാർഡായി പോയി. അതുകൊണ്ട് ഒരു വിഷമം ഉണ്ടെന്ന് മാത്രം, വേറെ ഒന്നും പ്രത്യേകിച്ചില്ല. ഇത് കുന്നക്കാട്ടുമല വാർഡ് 12 ഞാനിവിടെ സ്ഥിരതാമസക്കാരനാണ്. നമ്മൾ ഏറെക്കുറെ ഒരു 10-22 വർഷക്കാലത്തോളം ഈ റോഡ് വളരെ മോശമായി കിടക്കുകയും ഈ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഷിയാസ് വാർഡ് മെമ്പറായിരിക്കെ ഈ റോഡിൻ്റെ വികസനം നടക്കുകയും ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ വെള്ളക്കെട്ടോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടാവാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും വളരെ നല്ല രീതിയിൽ ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കി തരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വാർഡിലെ ഒരു വോട്ടർ എന്ന നിലയിൽ വളരെ സന്തോഷം ഉണ്ടാവുകയും ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഷിയാസിന് നമ്മൾ ഇവിടെ കടപ്പെട്ടിരിക്കുകയാണ്. ഒക്കൽ ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിൽ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഏറ്റവും കൂടുതൽ വികസനം, ഇനി വാർഡിലൊരു വികസനം റോഡുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും നടക്കാനില്ലാത്തൊരു സ്റ്റേജിലേക്ക് വികസന പ്രവർത്തനം കൊണ്ടുവന്ന പഞ്ചായത്ത് മെമ്പറിനെ ഈ പഞ്ചായത്ത് നിവാസി എന്നുള്ള രീതിയിൽ ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനിയും കൂടുതൽ പ്രവർത്തിക്കുവാനുള്ള ഊർജം മെമ്പർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു കാലഘട്ടത്തും ഇല്ലാത്തൊരു വികസന പ്രവർത്തനമാണ് ഇപ്പോൾ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം നടന്നിരിക്കുന്നത്. കാരണം അത് ഏതൊരു വ്യക്തിക്കും വ്യക്തമായിട്ട് ഈ വാർഡിൽ കൂടി സഞ്ചരിക്കാൻ കഴിയുന്ന ഏതൊരു വ്യക്തിക്കും കാണാൻ കഴിയുന്നൊരു ചിത്രമാണ്. ഏറ്റവും കൂടുതൽ പഞ്ചായത്തിൻ്റെ വികസന ഫണ്ട് ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ഈ വികസന പ്രവർത്തനങ്ങൾ, അതിന് ഏറ്റവും കൂടുതൽ സഹായകരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ഒരു മെമ്പർ കൂടിയാണ് ഷിയാസ്. അദ്ദേഹത്തെയും ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്ന ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഷിയാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 12ാം വാർഡ് എനിക്ക് 60-65 വയസ്സായി. ഞാൻ ഇതുപോലൊരു മെമ്പർ എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ആത്മാർത്ഥമായിട്ട് ആളുകളോട് സഹകരിച്ച് എന്ത് കാര്യവും തുറന്നു പറഞ്ഞാലും വേണ്ട രീതിയിൽ എല്ലാ കാര്യവും നിറവേറ്റി ഞങ്ങൾക്ക് തന്നെ ഉണ്ട്. ആത്മാർത്ഥമായിട്ടുള്ള ഒരു മെമ്പറായിട്ട് എനിക്ക് തോന്നിയേക്കാം. ഈ കഴിഞ്ഞ 5 വർഷക്കാലം ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്നാലാവുന്ന രീതിയിൽ പരമാവധി ഭംഗിയായി ചെയ്യുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വാർഡിൽ ചെയ്തു തീർക്കേണ്ട അവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾക്കപ്പുറം ഒരുപാട് കാര്യങ്ങൾ പലതും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് സാധിച്ചിട്ടുണ്ട്. വാർഡിലെ ഏകദേശം 42ഓളം ചെറുതും വലുതുമായ റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ സ്മാർട്ട് അംഗൻവാടി, അതുപോലെ ഡിജിറ്റൽ ലൈബ്രറി, കമ്മ്യൂണിറ്റി ഹാള് നവീകരണം, അതുപോലെ കമ്മ്യൂണിറ്റി ഹാൾ റോഡ് നിർമ്മാണം, അതുപോലെ ഓപ്പൺ ജിമ്മ്, നമ്മുടെ വാർഡിലെ ഏക കുടിവെള്ള സ്രോതസ്സായ ഇഞ്ചക്കുളം നവീകരണം അടക്കം ഈ ഒരു വാർഡിലെ സമഗ്ര വികസനവും ചെയ്യുന്ന രീതിയിൽ എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നത് എൻ്റെ പഞ്ചായത്തിൻ്റെ ഭരണസമിതി, പ്രത്യേകിച്ച് സഹമെമ്പർമാർ. കാരണം പഞ്ചായത്തിൻ്റെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു വാർഡാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഈ വാർഡിനെ വലിയ രീതിയിൽ പരിഗണിക്കുന്നതിലും സഹകരിക്കുന്നതിലും ഫണ്ട് തരുന്നതിലും എല്ലാം പഞ്ചായത്ത് ഭരണസമിതിയിലെ ഓരോ മെമ്പർമാരും കാണിച്ച ഈ വാർഡിൻ്റെ പിന്നോക്കാവസ്ഥ ചൂണ്ടിക്കാട്ടി ഓരോ മെമ്പർമാരും സഹകരിച്ചതുകൊണ്ടാണ് എനിക്ക് ഇത്രയധികം ഫണ്ടുകൾ ഈ വാർഡിലേക്ക് ചെലവഴിക്കുവാനും ഈ പദ്ധതികളെല്ലാം തന്നെ ഈ 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കുവാനും സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എന്നെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ച വാർഡിൻ്റെ ജനങ്ങൾ, പ്രിയങ്കരായ ജനങ്ങൾ, അവർ നൽകിയ സ്നേഹവും കരുതലും സപ്പോർട്ടും ഒക്കെ തന്നെയാണ് ഈ വാർഡിലെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും എനിക്ക് കരുത്തായത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ്, എനിക്ക് യാതൊരുവിധ പ്രതിപക്ഷത്തും അതുപോലെ തന്നെ എല്ലാ രീതിയിലും എനിക്ക് വളരെയധികം സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത്. കൂടാതെ ഈ വാർഡിലെ എല്ലാ ജനങ്ങളും എൻ്റെ ഒപ്പം തന്നെ ഈ വികസന പ്രവർത്തനങ്ങൾക്ക് കൂടെ നിന്ന് അവരുടെ സ്നേഹവും കരുതലും കിട്ടിയത് കൊണ്ട് വളരെ നല്ല രീതിയിൽ ഭംഗിയായി തന്നെ ഈ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഈ അവസരത്തിൽ അവരോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി. ഈ കഴിഞ്ഞ 5 വർഷക്കാലം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം വളരെ ഭംഗിയായ രീതിയിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി അനുസരിച്ച് ഞാനത് ചെയ്തു തീർത്തിട്ടുണ്ട്. അതിന് ഇവിടുത്തെ ജനങ്ങളോടുകൂടി ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. അവരുടെ സ്നേഹവും എല്ലാ രീതിയിലുമുള്ള പിന്തുണയുമാണ് ഈ പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത്. വോട്ട് ചോദിച്ചു വരുമ്പോൾ മാത്രം വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതല്ല, അത് പ്രാവർത്തികമാക്കുന്നതാണ് ജനപ്രതിനിധികൾ.
ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് KM ഷിയാസിന്റെ നേതൃത്വത്തിൽ 12ാം വാർഡിൽ നിറവേറ്റിയിരിക്കുന്നത്. ഏറ്റവും പിന്നോക്കം നിന്നിരുന്ന ഒരു വാർഡിനെ ഏറ്റവും മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഷിയാസിന്റെ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. ജനങ്ങളും അതുപോലെ തന്നെ ഒക്കൽ പഞ്ചായത്തും സഹ മെമ്പർമാരും എല്ലാം നൽകിയ ഒരു സപ്പോർട്ടാണ് ഇതിന് കാരണം. എല്ലാവർക്കും മാതൃക ആക്കുവാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണിത്. ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് വാഗ്ദാനങ്ങൾ നൽകുന്നവർ ഈ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് കാണണം, ഇവരുടെ വാക്കുകളൊന്ന് കേൾക്കണം. ഇതോടുകൂടി ഇന്നത്തെ ജനപക്ഷം പരിപാടി ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.